പിടിക്കുന്ന അവിടുത്തെ പോലീസുകാരല്ലേ, നീ പോയി കേസ് കൊടുക്ക് ബാംഗ്ലൂരിൽ. നീ പെണ്ണാണോ? നീ 9 അല്ലേ? ഒരു 6-7 നില കെട്ടിടം, അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയാൽ മതി. അന്നേരം എന്നെ വിളിച്ച ആൾ അവിടെ ഇല്ലായിരുന്നു. ശരിയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, പ്രശ്നം തീർന്നില്ല. നിന്റെ 4000 രൂപ പോയിട്ടുമില്ല, നിന്റെ 4000 നിന്റെ പോക്കറ്റിലും ഇരിക്കും, കേട്ടല്ലോ. ഇവന്മാരുടെ അടുത്ത് ക്യാഷ് മേടിച്ച് തിന്നുന്ന എല്ലാ പോലീസുകാരനെയും ഫോട്ടോ സഹിതം കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ബാംഗ്ലൂരിലുള്ള. ഇവരിങ്ങനെ അകത്തി ആളുകളെ ഇരുത്തുന്നത്, അടുത്തടുത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് HR എലൈറ്റ് റിസോഴ്സസ് എന്ന സ്ഥാപനത്തിന്റെ പേര്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ? നിങ്ങൾ 1000-2000 മേടിച്ചുകൊണ്ട് ഓരോ ജോബ് വേക്കൻസികൾ നിങ്ങളുടെ ചാനലിൽ കൂടെ പോസ്റ്റ് ചെയ്യാറുണ്ടോ? കോടതി കയറി ഇറങ്ങേണ്ടി വരും, ചാനൽ പൂട്ടും. ബാംഗ്ലൂരിലെ ജോബ് സ്കാമിൽ പോയി പെട്ടവരെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് FIR-നകത്ത് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഇൻഫർമേഷൻ ഒന്നും കൂടെ വെക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ സഹിതം നിങ്ങളുടെ ചാനൽ സഹിതം കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിനകത്തൊരു പ്രതിയാക്കിയിട്ട് തന്നെ FIR ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഒരു കമന്റ് എങ്കിലും ചെയ്യണം. കാരണം ഇപ്പോൾ തട്ടിപ്പുകാർ നമ്മുടെ ചാനലിൽ ലിങ്ക് എടുത്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം ഇട്ടുകൊണ്ട് അതിന്റെ വ്യൂ ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് വീഡിയോ ഡൗൺ ആക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് കൃത്യമായിട്ട് സ്റ്റുഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് എങ്കിലും ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ മുൻപ് ബാംഗ്ലൂർ ജോബ് സ്കാമിനെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്കകത്ത് താഴെ വന്നിട്ട് പലരും നെഗറ്റീവ് കമന്റ് ഇടുന്നതായിട്ട് കണ്ടു. അതിൽ ചിലതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കാണിക്കുന്നില്ല, മൊത്തം തെറിയാണ്. അത് ഇവരുടെ ആൾക്കാരാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. നമ്മളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ഒളിച്ചു മറയില്ല. ഇവർ ആരുടെങ്കിലും പ്രൂഫിലെടുത്ത് ഏതെങ്കിലും നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തെറി പറയാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുന്നൊന്നും കരുതണ്ട. നിങ്ങൾ തെറിയും കേട്ടിട്ട് നല്ല രീതിയിൽ കൊടുക്കും. അതിന്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, OLX ജോബ് സ്കാം ബാംഗ്ലൂരിൽ ചെയ്യുന്നവർ പല കണ്ണികളായിട്ട് പല കമ്പനികളുടെ പേരിൽ പല തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഒരു സ്ഥലം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കാര്യമല്ല. കാരണം ഇത് പണ്ട് തുടങ്ങി വെച്ചവർ, അവരുടെ അണ്ടറിൽ വന്ന ആളുകളൊക്കെ ഇപ്പൊ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ തട്ടിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ ചെയ്യുന്ന തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് ഇത് അനുഭവിച്ച ഒരാൾ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നാവുക. ഞാൻ കേൾപ്പിച്ചു തരാം. ഈ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് തൻസീം എന്നാണ്. ഞാൻ ഫസ്റ്റ് മുതൽ പുള്ളി അയച്ച ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. എന്റെ പേര് തൻസീം എന്നാണ്, സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ കഴിഞ്ഞ മാസം 27-ാം തീയതി ഒരു പരസ്യം കണ്ടു ഫേസ്ബുക്ക് ത്രൂ. അന്നേരം അതിൽ ഞെക്കിയപ്പോഴത്തേക്കിനും OLX-ലോട്ട് റീഡയറക്റ്റ് ആയി. അന്നേരം ഒരു ജോബ് വേക്കൻസി ആയിരുന്നു, വെയർ ഹൗസ് ജോബ് ആയിരുന്നു പറഞ്ഞിരുന്നത്, ബാംഗ്ലൂര് ആണ്. അന്നേരം അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ആമസോണിന്റെ വെയർ ഹൗസ് എന്നാണ്. അന്നേരം എനിക്ക് ഫോർക്ക് ലിഫ്റ്റിന് ലൈസൻസ് ഉണ്ടായിരുന്നു. അന്നേരം അതനുസരിച്ചുള്ള ജോലി തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ആമസോൺ വെയർ ഹൗസ് എന്ന് പറയുന്നുണ്ട്, ഫ്ലിപ്കാർട്ട് വെയർ ഹൗസ് എന്ന് പറയുന്നുണ്ട്, അശോക് ലൈലൻഡ്, TVS, അങ്ങനെ പല കമ്പനികൾ പറയുന്നുണ്ട്. ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ താമസത്തിനുള്ള ഭക്ഷണത്തിനുള്ള ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാർജ് ഫീ എന്ന് പറഞ്ഞ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി പോകണ്ട. സാദിഖ് എന്ന് പറഞ്ഞ ഒരു ആളാണ് വിളിച്ചത് ഇങ്ങോട്ട്. ഞാൻ ഇൻട്രസ്റ്റഡ് കൊടുത്തപ്പോഴത്തേനും പുള്ളി ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ ഇട്ടുതരാന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിട്ട് മജിസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്, അന്നേരം ഞാൻ ഇന്നലെ മജിസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് വിളിച്ചപ്പോഴത്തേക്കിനും അവിടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നൂടെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ചെന്ന് ലൊക്കേഷൻ അയച്ചു തന്നപ്പോഴത്തേനും ഒരു ബിൽഡിംഗ്, ഒരു 6-7 നില കെട്ടിടം, അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയാൽ മതി. അന്നേരം എന്നെ വിളിച്ച ആൾ അവിടെ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഫസ്റ്റ് ഫ്ലോറിൽ കയറി. അന്നേരം ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തം വന്ന് തുറന്ന്, പിന്നെ 2-3 ലേഡീസ് ഒക്കെ വന്ന്. അന്നേരം തന്നെ അവിടെ ഒരു സേലത്തുകാർ തമിഴൻ പയ്യനുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. പിന്നെ തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേനും പിന്നെ ഒരു 3 മലയാളികളൂടെ വന്നു. പക്ഷെ ആരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇവരിങ്ങനെ അകത്തി ആളുകളെ ഇരുത്തുന്നത്, അടുത്തടുത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് HR എലൈറ്റ് റിസോഴ്സസ് എന്ന സ്ഥാപനത്തിന്റെ പേര്. എന്നിട്ട് അകത്ത് കയറി ഒരു സ്ത്രീ മാസ്ക് വെച്ചിരിക്കുന്നത്. അവർ ഇന്നലെ സെൽഫ് ഇൻട്രഡക്ഷൻ ഒക്കെ ചോദിച്ച് ഒരു ഫോം തന്നത് ഫില്ല് ചെയ്ത് കൊടുത്ത്, പിന്നെ 3900 രൂപ പൈസ മേടിച്ചിട്ട് പറഞ്ഞ്. എന്നിട്ട് ഞാൻ 4-ാം തീയതി ആയിരുന്നു, ഈ മാസം 4-ാം തീയതിയാണ് പോയത്. ഞാൻ പറഞ്ഞു 13-ാം തീയതി 10-ാം തീയതി ജോയിൻ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. 10-ാം തീയതി അവര് വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പൊ എടുക്കുന്നുമില്ല. അന്ന് എന്റെ കൂടെ തന്നെ അവിടെ ഒരു 3 മലയാളികളും ഒരു തമിഴനും ഉണ്ടായിരുന്നു. 4-5 ആളുണ്ടായിരുന്നു. പിന്നെ എന്തുവാ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ, നമുക്ക് സ്ഥലം അറിയത്തില്ലല്ലോ, കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ വെളിയിൽ നിന്നൊരാൾ, അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ ബ്രോ എവിടാ പോകേണ്ടതെന്ന് ചോദിച്ചു. മലയാളി അവൻ. എവിടാ പോകേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ് ആണ്. എന്നിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നടക്കണം. എന്നിട്ട് പറഞ്ഞ മജിസ്റ്റിക്കിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവൻ താഴെ ഇറങ്ങി വന്ന് ബൈക്ക് എടുത്ത് എന്നെ കയറ്റി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു. അങ്ങനെയൊക്കെയാ സംഭവം. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിളിക്കുന്ന വ്യക്തികൾ, അതായത് ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരൊക്കെ വിളിക്കുന്നത് വേറെ കോൾ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെയാണ്. അവരവിടെ ഉണ്ടാവില്ല.
ഇവിടെ തട്ടിപ്പ് സംഘം പോലെ മാസ്ക് ഇട്ടൊരു ലേഡി എന്നൊക്കെ പറഞ്ഞു, അവർക്ക് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ ശുദ്ധ തട്ടിപ്പുകാരികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇനി പോവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പോയി പെടാതിരിക്കുക. ഇനി പോയവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് FIR ആയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഒരു കംപ്ലൈന്റ് അറ്റാച്ച് ചെയ്തതിന്റെ സ്ലിപ്പ് ഇവിടെ കാണിക്കാം. അതുപോലെ ഇഷ്ടം പോലെ കംപ്ലൈന്റ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത് യൂട്യൂബിനകത്തു നിന്നൊക്കെ വീഡിയോ കണ്ടിട്ട് ഈ പരിപാടിക്ക് പോയ ആൾക്കാരുടെയൊക്കെ യൂട്യൂബ് ലിങ്കും ചാനലും സഹിതം നമ്മൾ സൈബർ ഓപ്പറേഷൻസിലേക്ക് അയച്ചു കൊടുത്തിട്ട് അത് പൂട്ടിക്കുന്നതായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവർ ഇന്റർവ്യൂവിന് നമ്മളവിടെ ചെന്നിട്ട് ബസ് സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ മലയാളിയാന്ന് പറഞ്ഞു, അവൻ നമ്മളെ ബൈക്കിൽ വേറെ സ്ഥലത്ത് കൊണ്ടാക്കുകയും ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലോക്കൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. അവരെടുത്ത് ഈ സ്ഥാപനം തട്ടിപ്പാണെന്ന് പറയാൻ പാടില്ല. നമ്മൾ അറിയിക്കും. നമ്മൾ ഈ പരിപാടി നടത്തുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അടുത്തുള്ള നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ അറിയിക്കുന്നുണ്ട്. ഇവന്മാരുടെ അടുത്ത് നിന്ന് ക്യാഷ് മേടിച്ച് തിന്നുന്ന എല്ലാ പോലീസുകാരെയും ഫോട്ടോ സഹിതം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്, ബാംഗ്ലൂരിലുള്ള. അങ്ങനെ അവന്മാർ ഉണ്ടാക്കണ്ട. അപ്പൊ ഈ തൻസീം എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാലം ഇവിടെ പറയുന്നുണ്ട്, കേക്ക്. ഇന്റർവ്യൂവിന് വന്നതിന്റെ അകത്ത് ഫീമെയിൽസ് ഇല്ല. ഒരു കോഴിക്കോട്ടുകാരൻ, മലയാളികൾ 3 പേരും, ഞാനും 4 പേര് തമിഴന്മാരും. അന്ന് പിന്നെ അവിടെ ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ഫീമെയിൽസ് ഉണ്ട്. ഞാനിങ്ങനെ അവിടെ രാവിലെ അല്ലേ, എന്നിട്ട് ഞാൻ വെളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഒരു 10-14ഓളം ആളുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 7-9 പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ സിസ്റ്റംസ് നിരത്തി നമ്മൾ കണ്ടിട്ടില്ല മറ്റേ ഓഫീസുകളിൽ, അതുപോലെ ഇരിക്കുക. അതിൻ്റെ അകത്തോട്ട് കയറുന്നു. പിന്നെ ഇപ്പുറത്തെ HR റൂം എന്ന് പറഞ്ഞ ലേഡി ഇരിക്കുന്നു. അങ്ങനെ ഇതാ പെണ്ണുങ്ങൾ ഒരുപാട്. മലയാളികളാണ് കൂടുതലും. മിക്കതും എനിക്കൊന്ന് മലയാളികളാണെന്ന് തോന്നുന്നു. മലയാളം സംസാരിക്കും. ആരും കഴിവതും പോവാതിരിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് ചെറിയ പണിയൊക്കെ എടുത്തുണ്ടാക്കുന്ന പൈസയുമായിട്ട് അവിടം വരെ പോയി പറ്റിക്കപ്പെടുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 4000 രൂപയും കൊണ്ട് അവിടെ പോകും. യാത്രാ ചെലവ് വേറെ, അവിടെ താമസിക്കാനുള്ള ചെലവ് വേറെ, എല്ലാം കഴിഞ്ഞ് അവർ നമ്മളിങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിച്ചാൽ എടുക്കില്ല, ആ പൈസ പോവും. ഒരു തവണ പോയിട്ട് അനുഭവം ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കയറാൻ പേടി വരും ആളുകൾക്ക്. അതുകൊണ്ടാണ് ആരും FIR ആയിട്ട് പോവാതിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഈ സ്ഥലത്ത് പോയി പെട്ടിട്ടുള്ള എല്ലാവരും മെസ്സേജ് അയക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ, നിയമസഹായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഒരാളുടെ അനുഭവം മാത്രമേ നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. എനിക്ക് വന്നേക്കുന്ന 10-20ഓളം കേസുകൾ ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 മണിക്കൂറുകൾ നിൽക്കില്ല ഈ വീഡിയോ. നിങ്ങൾക്കറിയാമോ എത്ര പേരാ പോയി പെടുന്നത്? നിങ്ങൾക്കറിയാമോ? ഡെയിലി അവർ 12-13 ഡേറ്റിലൊക്കെ ഇപ്പോൾ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ലേഡിയായിട്ട്, അശി എന്ന് പറയുന്ന ലേഡിയായിട്ട്, അവളുടെ പേര് അതൊന്നുമല്ല, അവൾ വേറെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന അവൾ കോട്ടയംകാരിയാന്ന് നോക്കി. അവൾ കോട്ടയംകാരിയൊന്നുമല്ല, നല്ല പഠിച്ച കള്ളിയാണ് അവൾ പറഞ്ഞ കാര്യങ്ങൾ, അവളായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഞാനൊരു പൊട്ടനെ പോലെ, ഒരു 24 വയസ്സുള്ള ഒരു പയ്യനെ പോലെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫുള്ളൊന്ന് കേൾക്കുക, കാണുക, വാട്സപ്പിൽ ചാറ്റ് ചെയ്തത്. എന്നിട്ട് വാ. ഇത് അശോക് ലൈലാൻഡിന്റെ ബാക്ക്-എൻഡ് ഓഫീസാണ്. ഇവിടെ വന്നാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ അശോക് ലൈലാൻഡിന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിലേക്കാണ് പോകുന്നത്. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. അശോക് ലൈലാൻഡിന്റെ ബാക്ക്-എൻഡ് ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ RR നഗറാണ്. ഓക്കെ. ഇപ്പം നമ്മൾക്ക് ഈ ആഴ്ചയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 12, 13, 14 ഡേറ്റുകളിലാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നത്. ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് വരുന്നത്. ട്രെയിനിങ് നിങ്ങളുടെ സാലറി 18 to 21 ആണ്. സെക്കൻഡ് മന്ത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങളുടെ സാലറി 24,000 എബോവ് ആണ്. നമ്മുടെ ജോബ് ലൊക്കേഷൻ എവിടേക്കാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൊസൂർ, കോയമ്പത്തൂരാണ്. ഓക്കെ. ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത് ഒസൂരാണ്. സെക്കൻഡ് മന്ത് ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ജോബ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 hours ആണ് വർക്ക് വരുന്നത്. 9 to 6 ആണ് ടൈം. ഓക്കെ. സൺഡേ ഓഫാണ്. ഒരു കാഷ്വൽ ലീവ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ RR നഗറാണ്. ഇപ്പം ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 12, 13, 14, 15 ഡേറ്റുകളിലാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ട്രെയിനിങ് ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റും. ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് ട്രെയിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ട്രെയിനിങ്ങിലെ റൂമിന്റെ ഫുഡിന്റെ എക്സ്പെൻസ് 4000 രൂപ നിങ്ങളാണ് നോക്കേണ്ടത്. ആ 4000 രൂപ ഇന്റർവ്യൂവിന് വരുമ്പോൾ അടയ്ക്കണം. നമുക്ക് ആകെ വരുന്ന എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചാൽ റൂമിന്റെ ഫുഡിന്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് മന്ത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ കമ്പനി നിങ്ങൾക്ക് ഒരു 1 year പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എല്ലാം ഫ്രീ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ ഇന്റർവ്യൂവിന് വരുന്നുണ്ടോ? എനിക്കാണെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. കൺഫേം ആണെങ്കിൽ ഒന്ന് പറയുമോ?
നാളെ എങ്ങനെയാണ് വരുന്നത്? ബസ്സിനാണോ ട്രെയിനാണോ? നാളെ വന്നിട്ട് നേരെ ജോയിൻ ചെയ്യുവാണോ അല്ലെങ്കിൽ നാട്ടിൽ പോവാണോ? വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഈ 2 കോപ്പി വെച്ച് കൊണ്ടുവരണം. അതുകൂടാതെ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് എക്സ്പെൻസ് ചെയ്ത് 4000 ഇവിടെ അടയ്ക്കണം. ഓക്കെ, അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റും കാര്യങ്ങളും കിട്ടും. അതിന് ശേഷമാണ് നിങ്ങൾ ട്രെയിൻ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നാളെ ജോയിൻ ചെയ്യുവാണോ അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാണോ എന്ന് പറയൂ, എനിക്ക് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. ബസ്സിനാണോ ട്രെയിനാണോ നിങ്ങൾ കയറുന്നത്? യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വരിക, വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, വല്ല വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വന്ന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ അടച്ചാൽ മതി. കണ്ട വീഡിയോ കണ്ടതൊന്നും എൻ്റെ അടുത്ത് പറയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ അടച്ച് ജോലിക്ക് കയറുക. പൈസ മേടിക്കുന്നത് നിങ്ങളുടെ റൂമിൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് ആണ്. ഓക്കെ, ആ പൈസ ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നൊന്നുമില്ല. പിന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടു, ആ യൂട്യൂബിനകത്ത് ഞങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടോ? ഞങ്ങളാന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പല വീഡിയോകളും കാണുന്നുണ്ടായിരിക്കാം. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, എനിക്ക് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം തട്ടിപ്പാണെന്ന് പറയുവാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഇത് അവിടെ നിന്ന് തന്നെ എന്തോ ഒരു വീഡിയോ കണ്ടു അത് ഇതാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, കൺഫർമേഷൻ ഒരു 2 മണിക്ക് മുമ്പായിട്ട് എന്തായാലും പറയുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നാളെ വരുന്നുണ്ടെങ്കിൽ. ശരിയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, പ്രശ്നം തീർന്നില്ല. നിന്റെ 4000 തൊട്ട് പോയിട്ടുമില്ല, നിന്റെ 4000 നിന്റെ പോക്കറ്റിലും ഇരിക്കും. കേട്ടല്ലോ? നിങ്ങൾ ആളെ പറ്റിച്ച് ജീവിക്കുമെന്ന് നീ കണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം വിശ്വസിക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതന്നെ ഞങ്ങളിവിടെ വരാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ വന്ന് കണ്ട് അശോക് ലേലാൻഡിൽ പോയി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം. മനസ്സിലായില്ല? അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടത്തില്ല. അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ജോലിയും കിട്ടത്തുള്ളൂ. മനസ്സിലായില്ല? ഞങ്ങളായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ജോലി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങൾക്ക് വന്നത്. ഓക്കെ, മെയിൻ തിങ്. അതുകൊണ്ട് ഇതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ വേറെ ആരോ ചെയ്ത തെറ്റിന് ഞങ്ങൾ HR ടീമല്ല ഇതിന് ഉത്തരവാദി. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരൂ, അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ വരാതിരിക്കാം. ഓക്കെ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നീ പോയി വേറെ വല്ല പണി നോക്കി ചേർക്കാൻ. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലിക്ക് കയറ്, ഇല്ലെങ്കിൽ നീ വേറെ വല്ല പണി നോക്ക്. നീ എന്നില്ലേ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു ഗേ സംസാരിച്ചില്ലേ? ഗേ 9 അവൻ്റെ അടുത്ത് പറ. കണ്ടോ, ഇത് തട്ടിപ്പാണെന്ന് സംശയം തോന്നുന്നു. ഞാൻ പറഞ്ഞപ്പം അവര് തിരിച്ച് ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടോ? എനിക്ക് തട്ടിപ്പുകാരോട് ശരിക്കും പറഞ്ഞാൽ ഒരു തരം അറപ്പാണ് ഇവളുമാരുടെ ഈ സംസാരം, ഇവന്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ. ഇവള് ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്തെന്ന് മനസ്സിലായോ? ഞാൻ ഒരു പാവപ്പെട്ട ഒരു പയ്യനായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എടാ നീ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, നിന്റെ 4000 രൂപ പോയില്ല എന്ന്. ഞാൻ പറഞ്ഞു അശോക് ലൈനിൽ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇത് സ്കാമാണ്, തട്ടിപ്പുകാരാണ് ഇവരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ കാര്യമാണത്. ഇത് ജെന്യൂൻ ആണെങ്കിൽ അവൾ അതിന്റെ തെളിവ് കാണിച്ചു തരണ്ടേ? ആരാണ് അശോക് ലൈനിൽ പറഞ്ഞെന്ന് ചോദിക്കണ്ടേ? ചോദിക്കില്ല. കാരണം ഇവള് കാണിക്കുന്നതെന്ന് വെച്ചാല് തെണ്ടിത്തരമാണ്. ഇവക്കറിയാം കാണിക്കുന്നത് ചെറ്റത്തരമാണെന്ന്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഒരുത്തിന് എന്നെ വിളിച്ചായിരുന്നു. ആ വിളിച്ചിട്ട് ഞാൻ അവന് കൊടുത്ത കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി പോകും. അതിൽ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം. പറയൂ. ഇതാരാ സംസാരിക്കുന്നത് മനസ്സിലായില്ല. ആ 9 ആണോ? ഗേ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഗേ അല്ല, നീയല്ല ഗേ. നീ എത്ര പേരെ മുട്ട ബാംഗ്ലൂരില്? നീ കാൻഡിഡേറ്റ്സിനൊക്കെ വിളിച്ചു വിടുന്ന അവിടെ മുട്ടയിരുന്ന് അവന്റെ നാളില്ല. നീ എന്താണ് വിളിക്കുന്നത്? നീ വിളിച്ച ഞാനല്ല കേൾക്കുന്നു വിചാരിച്ചോ? എനിക്ക് ഇതേ അറിയത്തുള്ളൂ. അറിയാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞോണ്ടിരിക്കില്ല, നീ കേക്കടാ. ഞാൻ ഉള്ള കാര്യമല്ലേ പറയുന്നത്. നിന്റെ തള വെറ്റി കിടക്കുന്നത് അവിടെ വന്ന കാൻഡിഡേറ്റ്സ് എല്ലാം കൂടെ വെറ്റി കിടക്കുന്നു. ഫ്ലേവറോ? നിന്റെ തള ഫ്ലേവറാ ഇഷ്ടം? നിന്റെ ഏത് ഫ്ലേവറാ ഇഷ്ടം? തുടച്ചുകളാ. എന്നിട്ട് സംസാരിക്കും. ക്ലിയർ ആവുന്നില്ല നീ പറയുന്നത്. നീ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. എടാ ഇപ്പൊ ഒരു കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ചെല്ലു പോയി മുട്ടയിരിക്കും. ആ പോയി മുട്ടയിരിക്കും. പോടാക്കെ എടാ പോടാക്കെ. നീ എത്ര പറഞ്ഞാലും ഞാൻ എനിക്കൊരു തേങ്ങയില്ല. നീ എനിക്കറിയാം. നീ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല.
എടാ കൂ 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 എന്ന് പറഞ്ഞ് പറയാതെ തെറി പറയാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ കുട്ടൽ പിടിക്കുന്ന അവിടുത്തെ പോലീസുകാരല്ലേ, നീ പോയി കേസ് കൊടുക്ക് ബാംഗ്ലൂരിൽ. നീ ഒരു പെണ്ണ് സംസാരിക്കുന്നത് എങ്ങനെയാ നിനക്ക് അറിയാവോ? നീ പെണ്ണാണോ? നീ 9 അല്ലേ? അവനിങ്ങനെ കൂന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതോ അവിടെയുള്ള അവന്റെ ഏതോ ബോസ് പഠിപ്പിച്ച കുറച്ച് തെറിയുണ്ട്, അത് മാത്രമേ അവൻ പറയുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് അവൻ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ കയറിക്കോ, യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായതുകൊണ്ടാണ്. നമ്മുടെ ട്രാവൽ ആൻഡ് സ്റ്റോറീസ് ബൈ ഉദയ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇതുപോലെയുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ റീൽസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് പ്രായമുള്ള വ്യക്തിയാന്ന് തോന്നുന്നു, പുള്ളി ചോദിച്ച കാര്യമാണ് കമന്റ് ആയിട്ട്, നീ എന്ത് ചെയ്തു, നീ വെറുതെ ഇരുന്ന് വളവളാന്ന് പറയുകയല്ലേ കാരണത്തിരുന്ന്, ഇത് ആരെ കൊണ്ടും പറ്റും, ലീഗലി നീ എന്ത് ചെയ്തെന്നുള്ളത്. പുള്ളി എന്താ ചെയ്തേക്കുന്നത്? ഞാൻ അയാളോട് ഒരു കാര്യം തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഞാൻ ചെയ്തതിന്റെ ഒന്നും 1% പോലും ചെയ്യാനുള്ള ധൈര്യം നിനക്കില്ല. അത്രേ ഉള്ളൂ, നിന്നോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാൻ അവൻ തെറി വിളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ, നമ്മള് കോളേജ് തലത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന അധ്യാപകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ സംഭവം നമ്മളെ എല്ലാവരെയും അറിയിച്ചേ പറ്റുള്ളൂ. ഇനിയുള്ള തലമുറയിൽ ആരും ഇതിനകത്ത് പെടാൻ പാടില്ല. കാരണം ഈ 2 മാസം കഴിഞ്ഞാൽ ഇനി കുറേ പിള്ളേർ പഠിച്ചിറങ്ങുകയാണ്. അപ്പൊ ഇവരിലേക്ക് ഇവരെത്തും. 24,000 രൂപ സാലറി എന്ന് പറയുമ്പോഴത്തേനും ഡിഗ്രി കഴിഞ്ഞവനൊക്കെ ചാടി ഓടി പോകും. 4,000 അല്ല 10,000 കൊടുക്കാനും റെഡിയാണ് അവർ. കാരണം ഒരു പഠിത്തം കഴിഞ്ഞ ഉടനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല അവിടെ. ഇവർക്കറിയാം 10,000 രൂപ സാലറിയിലേക്ക് കിട്ടുള്ളൂ വല്ലപ്പോഴും. 24 എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഓടും. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്ക് അറിയില്ല, ഈ കോളേജ് തലത്തിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെയാണ്, എങ്ങനത്തെ ജോലികളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളൊരു കമ്പനിയിലേക്ക് ജെന്യൂൻ ആയിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ടത്, ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ. അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം, എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും. നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ട് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്കെതിരെ പോകാം. സൈബർ ഫിറ്റ് 2025 എന്ന ഒരു ദൗത്യം കൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.